പിയോൺ ബോട്ടിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് വിഷുവൊക്കെ അടുത്ത് വരുമല്ലേ, അപ്പോൾ കുറച്ച് സെറ്റ് സാരികൾ, അതുപോലെ സെറ്റ് മുണ്ടും, റണ്ണിങ് മെറ്റീരിയൽ, കുർത്തികൾ, അങ്ങനെ കുറച്ച് സെറ്റ് ഇതിനോടനുബന്ധിച്ചുള്ള ഐറ്റങ്ങൾ നമുക്കൊന്ന് കാണാം കേട്ടോ. ഇതൊരു ചന്തേരി കോട്ടണിൽ, ഞാൻ വെയർ ചെയ്തിരിക്കുന്നത് ചന്തേരി കോട്ടണിൽ പോൾക്ക ഡോട്ട്സ് ആണ് വന്നിരിക്കുന്നത്. സൈഡിൽ ഒരു ബോർഡറും വരുന്നുണ്ട്, ഫുള്ളായിട്ടും പോൾക്ക ഡോട്ട് വന്നിരിക്കുന്നു. നമുക്ക് വെയർ ചെയ്യാൻ വളരെ എളുപ്പമാണ്, കാരണം ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ഫ്ലീറ്റ്സ് ആയിട്ടും അതുപോലെ ഒറ്റ ഫ്ലീറ്റ് ആയിട്ട് നമുക്കിതിനെ വെയർ ചെയ്യാൻ പറ്റും. അതുപോലെ ഇതിൻ്റെ പല്ലു വരുന്നത് ഇങ്ങനെയാണ്. പല്ലു വരുന്നത് വളരെ ഭംഗിയായിട്ട് വന്നിരിക്കുന്നു, വിത്ത് ബ്ലൗസാണ്. ഇതിൻ്റെ മറ്റ് കളറുകൾ നമുക്കൊന്ന് കാണാം കേട്ടോ. ഇതതിൻ്റെ വേറൊരു ഷെയ്ഡാണ്. ഇത് ബോഡി പാർട്ട് എല്ലാം സെയിം തന്നെ, ഇതിൻ്റെ പല്ലുവിലുള്ള ഡിഫറൻസ് മാത്രമേ കേട്ടോ മാറ്റമുള്ളൂ. ഇതുണ്ടോ, ഈ ഷെയ്ഡിൽ വരുന്നു, വിത്ത് ബ്ലൗസും ഇതേ ഡിസൈൻ തന്നെ സ്മോളായിട്ടും വരുന്നു. ഇങ്ങനെയാണ് ഇത് വരിക. ഇതതിൻ്റെ മറ്റൊരു ഷെയ്ഡാണ്. ഞാൻ പറഞ്ഞല്ലോ, ബോഡി പാർട്ട് എല്ലാം സെയിം തന്നെ, എല്ലാം ഈ ഡിസൈൻ വരുന്നു, പക്ഷേ ഇതിൻ്റെ പല്ലുവിൽ മാത്രമേ മാറ്റമുള്ളൂ. ഇതൊരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡ്, അങ്ങനെയാണ് ഇത് വരുന്നത്. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസിൻ്റെ ഡിസൈനും ഇങ്ങനെ വരുന്നു. ഇങ്ങനെയാണ് ഇതിൻ്റെ ബ്ലൗസ് പീസിൻ്റെ ഡിസൈനും വരുന്നത്. ഇത് അതിൻ്റെ മറ്റൊരു ഷെയ്ഡാണ്. ഉണ്ടോ, കോഫി ബ്രൗൺ ഷെയ്ഡിലാണ് ഇത് വന്നിരിക്കുന്നത്. വേറെ മാറ്റങ്ങളൊന്നുമില്ല, ബോഡി എല്ലാം സെയിം തന്നെ. ഈ ഡിസൈൻ മാത്രം, അതിൻ്റെ പല്ലുവിലുള്ള കളേഴ്സ് മാത്രം മാറ്റം തന്നെയുള്ളൂ. ഇതൊരു കോഫി ബ്രൗൺ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസും വളരെ ചെറിയ പ്രിൻ്റായിട്ട് ഇങ്ങനെ വരുന്നു. ഇതതിൻ്റെ മറ്റൊരു ഷെയ്ഡിലാണ് ഇത് വന്നിരിക്കുന്നത്. ഇതുണ്ട്, ഇങ്ങനെയാണ് ഇതിൻ്റെ ഫുള്ളായിട്ടും ഈ പോൾക്ക ഡോട്ട്സ് വരുന്നത്. രണ്ട് സൈഡിലും ബോർഡർ വരുന്നുണ്ട്, ഒത്തിരി വീതിയില്ലാത്ത കസവായിട്ട്. ഇതുണ്ടോ, ഇങ്ങനെയാണ് ഇതിൻ്റെ സൈഡ് വരിക. പല്ലു ഇങ്ങനെയാണ് വരുന്നത്. ഇതിൻ്റെ ബാക്കിയെല്ലാം സെയിം തന്നെ, ഈ പല്ലുവിലുള്ള ഈ കളർ ഡിഫറൻസ് മാത്രം കേട്ടോ. അതിൻ്റെ പല കളേഴ്സുണ്ട്. പിന്നെ ഇതിൻ്റെ വിത്ത് ബ്ലൗസ് ഇങ്ങനെയാണ് വരുന്നത്. എല്ലാത്തിൻ്റെയും ആ കളറിനോടനുബന്ധിച്ച് തന്നെ ഈ ബ്ലൗസ് പീസും വരുന്നു. ഇതുണ്ട് ബ്ലൗസ് പീസിൻ്റെ ഷെയ്ഡ്, അതായത് ഈ പല്ലുവിലുള്ള ഈ ഭാഗത്തായിട്ട് ആ ഡിസൈൻ ചെറുതായിട്ട് തന്നെ വരുന്നു. പിന്നെ അതിൻ്റെ സൈഡിലും സ്ലീവിൻ്റെ എൻഡിലും ഒരു സ്വല്പം വലുതായിട്ട് അതുപോലെ ആ ബോർഡറും വരുന്നുണ്ട്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 739 ആണ്. ഇതും ഒരു സോഫ്റ്റ് ടിഷ്യൂ ആയിട്ടുള്ള ഒരു സാരിയാണിത്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരുന്നത്. വേണ്ട, നല്ലൊരു ഷെയ്ഡിൽ ഇതിൻ്റെ പല്ലു വരുന്നു. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസ് റണ്ണിങ് ആയിട്ട് തന്നെ വരുന്നു. അതുപോലെ വളരെ സോഫ്റ്റായിട്ട് നമുക്കിത് ഫ്ലീറ്റ്സ് എടുക്കാനൊക്കെ വളരെ എളുപ്പമാണ്. രണ്ട് സൈഡിലും ബോർഡർ വരുന്നു. പിന്നെ ഗോൾഡൻ ലൈൻസാണ് ഇത് ഫുള്ളായിട്ടും വരുന്നത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 1045 ആണ്. ഇതും ഒരു സോഫ്റ്റായിട്ടുള്ള ടിഷ്യൂ മെറ്റീരിയലാണ് ഇതിൽ വന്നിരിക്കുന്നത്. ഇതിൻ്റെ ബോർഡറിൻ്റെ സൈഡിനോട് ചേർന്ന് ഇങ്ങനെ ഡോട്ട്സ് വന്നിരിക്കുന്നു. ഫുള്ളായിട്ടും ആ ഡോട്ട്സ് വരുന്നുണ്ട് ബോഡി പാർട്ടിൽ. ഉണ്ട്, ബോഡി പാർട്ടിൽ രണ്ട് സൈഡിലും ആ ഡോട്ട്സ് വരുന്നുണ്ട്, അതുപോലെ സെൻറ്ററിലും. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസിൻ്റെ സ്ലീവിൻ്റെ എൻഡിലും ഇതേ ഡിസൈൻ തന്നെയാണ് വരിക. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരുന്നത്. വിത്ത് ബ്ലൗസ് പീസ് ഇങ്ങനെ തന്നെ വരുന്നു. ഇതിൻ്റെ റേറ്റ് വരുന്നത് 1135 ആണ്. ഇതും പ്യുവർ കോട്ടണിൽ തന്നെ വന്നിരിക്കുന്നു. ഇതിൽ ഗോൾഡൻ കസവാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 495 ആണ്. ഇതും വിത്ത് ബ്ലൗസാണ് കേട്ടോ, എല്ലാം വിത്ത് ബ്ലൗസാണ്. ഇതൊരു റോസ് ഗോൾഡ് ഷെയ്ഡിലാണ് ഇത് വന്നിരിക്കുന്നത്. ടിഷ്യൂ ആണ് കേട്ടോ സാരിയും. ഇത് ലൈറ്റ് റോസ് ഗോൾഡ്, അതിൻ്റെ ഡാർക്ക് റോസ് ഗോൾഡായിട്ട് ഇത് കണ്ടോ, ഈ ബോർഡറും വരുന്നു. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരുന്നത്. വിത്ത് ബ്ലൗസാണ്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരുന്നത്. വളരെ സോഫ്റ്റായിട്ടുള്ള മെറ്റീരിയലാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 820. ഇതൊരു സെറ്റ് മുണ്ടുമാണ് ഇനി കാണിക്കുന്നത് കേട്ടോ. ഇതുണ്ട്, ഇതിൽ ഗോൾഡൻ ലൈൻസ് ഇങ്ങനെ വരുന്നു, ബോർഡർ വരുന്നു, ഗോൾഡൻ ലൈൻസ്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഡിസൈൻ വരിക. വളരെ സോഫ്റ്റായിട്ടുള്ള മെറ്റീരിയലാണ്. അതുപോലെ നമ്മുടെ ഇതിൻ്റെ സൈഡിലുള്ള ഈ കസവ് ഇങ്ങനെയാണ് വരുന്നത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 889 ആണ്. ഇതിൻ്റെ ധാവണിയായിട്ട് വരുന്നു. എൻ്റെ നല്ല ലെങ്ത് ഉണ്ട്, നമുക്കത് ഭംഗിയായിട്ട് വെയർ ചെയ്യാൻ പറ്റും. ഇത് കുഞ്ഞു കുഞ്ഞു ഫ്ലീറ്റ്സ്ഡായിട്ടും നമുക്കിതിനെ വെയർ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ മുണ്ട് വരുന്നത് ഇങ്ങനെയാണ്. വേണ്ട,
ഗോൾഡൻ കസവ് വരുന്നു, അതുപോലെ ആ ലൈൻസും വരുന്നു. ഇത് റണ്ണിങ് മെറ്റീരിയലാണ് കേട്ടോ. നമുക്കിത് ചുരിദാറിനോ സാരിക്കോ സ്കേർട്ടും ബ്ലൗസോ ഏതിനും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇതിന് മീറ്ററിന് വരുന്നത് 130 ഇങ്ങനെ ലൈൻസാണ്, ഫുള്ളായിട്ട് ലൈൻ, രണ്ട് സൈഡിലും ബോർഡർ വരുന്നുണ്ട്. ഒത്തിരി കട്ടിയുള്ള മെറ്റീരിയലല്ല, പക്ഷേ നമുക്കിതിനെല്ലാം യൂസ് ചെയ്യാൻ നല്ലൊരു മെറ്റീരിയലുമാണ്. ഇതൊരു സെമി ജൂട്ടിലാണ് ഇത് വന്നിരിക്കുന്നത്, ഒഴുകി കിടന്നോളും. അതുപോലെ നമുക്കിതിന് 1 ലെയറായിട്ടും കുഞ്ഞു കുഞ്ഞു ഫ്ലീറ്റഡ് ആയിട്ടും ഇതിനെ വെയർ ചെയ്യാൻ പറ്റും. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരുന്നത്. വിത്ത് ബ്ലൗസാണ്, ബ്ലൗസ് പീസ് ഇങ്ങനെ വരുന്നു. ഇതാണ് ഇതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത്. രണ്ട് സൈഡിലും ബോർഡർ, സെൻറ്ററിൽ പോൾക്ക ഡോട്ട്. ഇതിൻ്റെ ഡിസൈനിൽ പലതിനും ഡിഫറൻസ് വരുന്നുണ്ട്, ബാക്കിയെല്ലാം സെയിം തന്നെ. ഇതിൻ്റെ റേറ്റ് വരുന്നത് 570. ഇതിനി കുർത്തികളാണ് കേട്ടോ. ഇത് കണ്ടോ, ഇങ്ങനെയാണ്, വിത്ത് ലൈനിങ് ആണ്, സ്ലിറ്റഡ് ആണ്, 3/4 സ്ലീവ്. ഈ ഭാഗത്ത് ഒരു നെറ്റ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു നെറ്റ് അറ്റാച്ച് ചെയ്തിട്ടാണ് ഈ ബീഡ്സ് വർക്ക് വന്നിരിക്കുന്നത്. 3/4 സ്ലീവുമാണ്. പിന്നെ ഇതിൻ്റെ താഴ്ഭാഗത്ത് ഈ ഡിസൈനും വരുന്നുണ്ട്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 825. ഇതൊരു സിൽവർ ഷെയ്ഡാണ് ഇതിൻ്റെ നെക്കിൽ വന്നിരിക്കുന്നത്. നെക്ക് പോർഷനിൽ ഒരു നെറ്റ് അറ്റാച്ച് ചെയ്തിട്ട് 2 ലെയറായിട്ടാട്ടോ ഇത് ചെയ്തിരിക്കുന്നത്. 3/4 സ്ലീവുമാണ്. അതുപോലെ ഇതിൻ്റെ താഴ്ഭാഗത്തും ഗ്രേ ആൻഡ് സിൽവർ ഷെയ്ഡിൽ വന്നിട്ടുണ്ട്. വിത്ത് ലൈനിങ്ങുമാണ്, സ്ലിറ്റഡ് ആണ്. അതുപോലെ ഇതിൻ്റെ റേറ്റ് 825. അപ്പോൾ ഇതിലേതെങ്കിലും ഇഷ്ടമാവുകയാണെങ്കിൽ താഴെ കാണുന്ന നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക.